ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിക്കുന്നത് കണ്ടാലോ. ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ, സൂക്കിൻ്റെ ബാഗാണ്. നമ്മുടെ സ്പടികൻ സിനിമയിൽ ലാലേട്ടൻ പറയുന്നത് എൻ്റെ പുത്തൻ റെയ്ഡ് ബാറ്റ് ഗ്രാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എൻ്റെ പുത്തൻ സൂക്ക് ബാഗ്. പുത്തനല്ല, ഒരു 1.5 years ബാക്ക് ഞാൻ വാങ്ങിയൊരു ബാഗാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയൊരു ബാഗാണിത്. ഇത് അത്യാവശ്യം വലിയൊരു ബാഗാണ് കേട്ടോ. കുറേ സാധനങ്ങൾ കൊള്ളും. എൻ്റെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കൊള്ളിക്കാനും. ഒരു ആക്രിക്കട പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെഡിക്കൽ ഷോപ്പാണ്, മിനി മെഡിക്കൽ ഷോപ്പ് എന്നൊക്കെ പറയും. എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാൻ എടുത്തു വെക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വരെ ഇതിലുണ്ട് കേട്ടോ. തുറക്കാം, ഇങ്ങനെ അങ്ങ് തുറക്കാം കേട്ടോ. എന്നെ തുറന്നാൽ മതി, വെറുതെ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഫസ്റ്റ് ഒരൊറ്റ സിബാണ് കേട്ടോ ഉള്ളത്, ഒറ്റ സിബ്. ആ സിബ് തന്നെ കുറേയേറെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ എടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഇതാ എൻ്റെ ഒരു വാലറ്റാണ്, ഒരു സാധാ ഒരു വാലറ്റാണുള്ളത്. ഞാൻ എപ്പം എവിടെ പോകുന്ന സമയത്തും വാലറ്റ് കീപ്പ് ചെയ്യാറ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ കാലമായിട്ട് ഞാൻ GPay തന്നെയാണ് എല്ലായിടത്തും ചെയ്യാറുള്ളത്. ബട്ട് ചില സാഹചര്യങ്ങൾ ഈ GPay എന്നെ നൈസായിട്ടങ്ങ് പറ്റിക്കും. അപ്പോൾ പെട്ടുപോകാറുണ്ട്. അങ്ങനെ പെട്ടുപോയ ഒരു 2-3 സാഹചര്യങ്ങൾ ഉണ്ടായതിന് ശേഷം ഇതാ വാലറ്റ് അങ്ങനെ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. വാലറ്റിൻ്റെ ഉള്ളിൽ ഇതാ ATM കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് പൈസ, നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ട പൈസ. നെക്സ്റ്റ് എൻ്റെ ബാഗിൽ ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന സാധനമാണ് ഒരു ബുക്കും പെന്നും. പെന്നൊന്നല്ല കേട്ടോ, 1 2 പിന്നെ 1 2 ഒക്കെ ഉണ്ട്. ഒരു ബുക്കും ഒരു പെന്നും. ഇത് എന്തിനാ കീപ്പ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണ് ബാഗിൽ പെന്നും ബുക്കും വെക്കുക എന്നുള്ളത്. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് തേർഡ് തിങ്സ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ടവലാണ് കേട്ടോ. ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യും. നമുക്ക് എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരിക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പല തവണയും ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ആൻഡ് ദെൻ 2 സോക്സ്. ഇത് കടൻ്റെ സോക്സ് ആട്ടോ. ഇതെന്തിനാ അറിയോ, നമ്മളിപ്പം മാളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ലുലു ആണെങ്കിലും ഫോറം മാൾ ആണെങ്കിലും ഇപ്പം ഒബ്രോണ്ടോ സെൻറ്റർ സ്ക്വയർ എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു പ്ലേ സോൺ ഉണ്ട്. അപ്പോൾ അവിടെ എവിടെ കയറുന്നുണ്ട് നമുക്ക് ഇവർക്ക് സോക്സ് കമ്പൾസറി ആണ്. അപ്പോൾ നമ്മൾ എപ്പോൾ പോകുന്ന സമയത്ത് അവിടെ സോക്സ് 2ാമത് റീപർച്ചേസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ സാധനം കീപ്പ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ കയറ്റും, ചില സ്ഥലങ്ങളിൽ കയറ്റില്ല. കയറ്റുന്നോർത്ത് ഇത് ഫൺറ്റ്യൂറിൻ്റെയാണ്, ലുലുവിൻ്റെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പോകാറ് ലുലുവിലാണ്. അപ്പം ഇതെന്നെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് കുട. വെയിലത്തും മഴയത്തും ആവശ്യമായ ഒരു സാധനമാണ് കുട. ഇത് ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് മാറ്റാറേ ഇല്ല കേട്ടോ. ഭയങ്കര ഉപകാരമുള്ള ഒന്നാണ് എൻ്റെ കുട. ആക്ച്വലി ഈ കുട വാങ്ങിയിട്ട് കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു more than 5 years ആയി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ. നെക്സ്റ്റ് എൻ്റെ ബാഗിലാണ് പേപ്പർ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ചെറിയൊരു പേപ്പർ ആവശ്യം വരാറുണ്ട്, അതുകൊണ്ട് പേപ്പർ ഉണ്ടാവാറുണ്ട്. ദെൻ ഒരു ടവലാണ് കേട്ടോ. എനിക്കില്ലേ അലർജീൻ്റെ അസുഖമുണ്ട്. അപ്പം എപ്പോഴാണ് തുമ്മൽ കൂടുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് കീപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ടവലുണ്ട്. നെക്സ്റ്റ് സാനിറ്റൈസർ. ഇത് കോവിഡ് കാലം മുതൽക്ക് തന്നെ ബാഗിൽ കീപ്പ് ചെയ്യുന്നതാണ്. ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. തീരും, വാങ്ങിക്കും തീരും. ഇതൊക്കെ തന്നെ സ്ഥിരമായിട്ട്. ആൻഡ് ദെൻ ഇങ്ങനെയൊരു കുഞ്ഞി പൗച്ചാണ്. ഇത് പൗച്ച് ഇൻ ദ സെൻസ് ഇതെനിക്ക് വേറൊരു ബാഗ് വാങ്ങിയ സമയത്ത് അതിൽ കൂടെ കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ഇതിലാണ് ഞാൻ എൻ്റെ മെഡിസിൻസ് കീപ്പ് ചെയ്തിരിക്കുന്നത്. മെഡിസിൻസ് എന്ന് വെച്ചാൽ തലവേദനേൻ്റെ മരുന്നും പനീൻ്റെ മരുന്നും. കാരണം എപ്പോഴാണ് തലവേദന വരികയെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ്. പിന്നെ പനി ഞാൻ ഡോളോ ഞാൻ പിന്നെ കീപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് എപ്പോഴാണ് എമർജൻസി വരികയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പല തവണകളും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് അങ്ങനെ പനിയൊക്കെ വന്നിട്ടുള്ള, അപ്പോൾ ഡോളോ ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു പൗച്ചിലാണ് കീപ്പ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ബാഗിൽ ഒരു മുടി കിട്ടുന്ന സ്ക്രഞ്ചി. ഇത് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ എന്താ പറയുക ലൈഫ് എസെൻഷ്യൽ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അതുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്തൊരു കള്ളിയുണ്ട്. അതാണ് തുറക്കുന്നത്. അകത്തൊരു കള്ളിയിലാണ് മെയിനായിട്ട് സാനിറ്ററി നാപ്കിൻ. എനിക്ക് 2-3 ബാഗ് ഉണ്ട്. അതിലൊക്കെ ഞാൻ സാനിറ്ററി നാപ്കിൻ കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നെക്സ്റ്റ് ഇതാ ഒരു ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ മോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ആണിത്. ഞാനും മോനും കൂടി ഈ അടുത്താണ് ഒരു കഴിഞ്ഞ മെയ്യിൽ ഞാനും മോനും കൂടി ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അതാണ് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കേട്ടോ. അപ്പം അതെപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കളയാതെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതെനിക്ക് കളയാതെ സൂക്ഷിക്കണം എന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ നീസാണ് കേട്ടോ. അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു സോവനിയറായിട്ട് സൂക്ഷിക്കണം. കാരണം അവൻ വലുതാവുന്ന സമയത്ത് അറിയാലോ, അവൻ്റെ ഇത്ര കുഞ്ഞു പ്രായത്തിലാണ് അവൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് പോയത്. അപ്പം ഏത് ഇന്ത്യയിലാണ് പോയത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ ബാഗ് നിന്നെടുത്ത് മാറ്റാൻ ഞാൻ മറന്നുപോയി. ഇനിയിപ്പം ഇത് ബാഗ് നിന്നെടുത്ത് മാറ്റി വെക്കണം. നല്ല ഐഡിയ അല്ലേ? ആൻഡ് ദെൻ ഇതൊരു അങ്ങനെ ഒരു സിപ്പ് ലോക്ക് കവറാണ്. സിപ്പ് ലോക്ക് കവറിൻ്റെ ഉള്ളിലാണ് കുറച്ച് കാര്യങ്ങൾ. ഒന്ന് ഒരു വുഡൻ കോമ്പ്, മുടിയൊക്കെ ചെയ്യാം, വുഡൻ കോമ്പ്. നെക്സ്റ്റ് വന്നിട്ട് ഇതെന്താ പറയുക, അപ്പോൾ മറന്നുപോയിൻ്റെ പേര് കേട്ടോ. ഇതുകൊണ്ട് ക്ലിപ്പ്, പിന്നെ വേറൊരു സ്ട്രെഞ്ച്. ഞാൻ വിളിയത് ഇതൊക്കെ എൻ്റെ ലൈഫ് എസെൻഷ്യലാണ്. ഇതില്ലാതെ എനിക്ക് പറ്റില്ല. ദെൻ നെക്സ്റ്റ് ഉള്ളത് ഒരു ലിപ്സ്റ്റിക്, നമ്മുടെ മാസിൻ്റെ വൈറൽ ഖൂബ്സൂരത് കുച്ചിപ്പുടിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണിത്. ഞാൻ റീപർച്ചേസ് ചെയ്ത സാധനമാണ് കേട്ടോ ഇത്. ആൻഡ് നെക്സ്റ്റ് 2 വൈപ്സാണ്. 2 വൈപ്സ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഈ വെറ്റ് ടിഷ്യൂവും വൈപ്പൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അപ്പം ഇതൊക്കെ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ബാഗിൽ അതേപോലെ തന്നെ വേറൊരു സിപ്പ് ലോക്ക് കവറും കൂടി ഉണ്ട് കേട്ടോ. ഈ സിപ്പ് ലോക്ക് കവറിനുള്ളതാണ്. ഈ സിപ്പ് ലോക്ക് കവറിൽ ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റ് ആണ്. അപ്പോൾ എപ്പോഴാണ് തലവേദന വരാമെന്ന് അറിയാത്തതുകൊണ്ട് ഒന്ന് ടൈഗർ ബാം. യെസ്. രണ്ടാമത്തത് ഇത് ഡെറ്റോളിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഹാൻഡ് വാഷ് ലിക്വിഡാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് എന്താ വെച്ചാൽ നമ്മളിപ്പം എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോവുകയൊക്കെ ആയിരിക്കും ഫുഡ്. അപ്പം അവിടെ നിന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് ഞങ്ങളും കൈയൊക്കെ കഴുകാമല്ലോ. സാനിറ്റൈസറിനെക്കാട്ടും നല്ലതാണ്. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാ ബാൻഡേഡ് ഉണ്ട്. പിന്നെ മാസ്ക്, ഇഷ്ടംപോലെ മാസ്ക് ഉണ്ട് കേട്ടോ. മാസ്ക് എന്താ അറിയോ, ഭയങ്കര ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മളിപ്പം ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊടി അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് മാസ്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഞാനിങ്ങനെ ബാഗിൽ മാസ്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ബാഗിലൊക്കെ ഇതിന് ഈ മാസ്ക് വെക്കുന്നത്, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അവിടെ ഇട്ടാൽ പോരുന്നൊക്കെ. എപ്പോഴും അങ്ങനെ ഇട്ട് പോകാനൊക്കെ മറന്നു പോകാറുണ്ട് ഒന്നാമത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പൊടിയൊക്കെ അലർജി ഉണ്ട്. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാഗിലുണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ടാൽ മതിയല്ലോ. അപ്പം എനിക്ക് പല സമയത്തും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ മാസ്ക് ഒക്കെ കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ബാഗിൽ. ദെൻ ഉള്ളത് കവറുകളാണ് കേട്ടോ. ഇഷ്ടംപോലെ കവറുകളുണ്ട്. പലതരത്തിലും പല വർണ്ണത്തിലുള്ള കവറുകളൊക്കെയാണ്. വർണ്ണം ഒന്നേ തോന്നുന്നു വെള്ള, അങ്ങനെ പല രീതിയിലുള്ള കവറുകളാണുള്ളത്. കവർ കീപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കവർ എപ്പോഴും ആവശ്യമാണ്. കാരണം ഛർദിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കാറിൽ കവർ ഉണ്ടാവും, എന്നാൽ കൂടെ എന്താ പറയുക, നമ്മുടെ കയ്യിൽ കവർ ഉണ്ടാകുന്നത് എപ്പോഴും സേഫാണ്. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ കവർ ഉണ്ടാവും. അപ്പം അനീഷയുടെ അടുത്ത് എപ്പോഴും പറയും, ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ഈ ബാഗ് മൊത്തം മറ്റേ നാഗവല്ലീൻ്റെ ആഭരണപ്പെട്ടി പോലെയാണ്. എല്ലാ സാധനവും കിട്ടുന്നത് കൊണ്ട് ആവശ്യമുള്ള സാധനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ എന്നിട്ട് പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ കവറും പേപ്പറും ഒക്കെ വെക്കുന്നതിന്. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് പല സാഹചര്യങ്ങളിലും ഭയങ്കര ഉപകാരമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ കവറുകളൊക്കെ, ഈ കവറല്ല, ഇതിന് മുമ്പ് ഞാൻ കവർ വെച്ചൊക്കെ പെട്ടെന്ന് വോമിറ്റിങ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കവറിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ തന്നെ ബാഗിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ കീപ്പ് ചെയ്യുന്നത്.
യെസ്, കഴിഞ്ഞു. ഇനി ഒന്നുമില്ല ഈ ബാഗിൽ, എല്ലാം കഴിഞ്ഞു. ക്ലീൻ. യെസ്, കഴിഞ്ഞു, ബാഗ് കഴിഞ്ഞു. ഞാനൊരു ഭയങ്കരമായിട്ട് ബാഗിനെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ഒന്നുമല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ബാഗ് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. ഞാനങ്ങനെ എപ്പോഴും ഇങ്ങനെ തുളത്ത് തൂക്കിക്കൊണ്ടുപോകും, അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ. ഞാൻ എപ്പോഴും കാറിലാണ് ബാഗ് കീപ്പ് ചെയ്യുക. ഞാൻ പോവുകയാണെങ്കിൽ ചെറിയൊരു സ്ലിംഗ് ബാഗാണ് എടുക്കുന്ന സമയത്തൊക്കെ വണ്ടിയിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനും മോനും കൂടെ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ കേട്ടോ എടുക്കാറുള്ളത്. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ബാഗ് ലവ്, അല്ലെങ്കിൽ ബാഗ് കാണുമ്പോഴത്തേക്കും വാങ്ങിക്കണം അങ്ങനെയുള്ള തോരെയൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഉള്ളതൊരു നല്ല ബാഗ് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സൂക്കിൻ്റെ ഈ ബാഗ് വാങ്ങിയത്. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗാണ്. എനിക്ക് കളർ കോമ്പിനേഷൻ ആണെങ്കിൽ എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ ബാഗാണ്. അപ്പം ഞാൻ ഒരു 1.5 കൊല്ലത്തിന് മേലെയായി ഈ ബാഗ് വാങ്ങിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.